ഹായ്, ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായ ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഫുഡ് കളർ, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണോളം സുർക്ക, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കട്ടിക്കാണ് നമുക്ക് ഇതിൻ്റെ മാവ് ലഭിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ മാവിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എല്ലുള്ള കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വറുക്കുന്നതിന് മുമ്പായി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം. അതിനായി ചൂടുള്ള എണ്ണയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില പൊട്ടിച്ചിടുക. ശേഷം ഓരോ കോഴി കഷ്ണങ്ങൾ കൈകൊണ്ട് തന്നെ എടുത്തിടുക. എന്നാൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇത് ഒരു ഭാഗം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും വേവിക്കുക. ഇപ്പോൾ 2 ഭാഗവും ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.